അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അബുദാബി സുന്നി സെൻറ്റർ എന്ന മഹത്തായ സംഘടന തുടക്കം കുറിച്ചിട്ടുള്ള സീറത്തുന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 26ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. അത്തഅ്തു ഗയ്യ സിബാ ഫിൽ ഹാലതൈനി വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തശ്തരി ദീന ബി ദുനിയാ വലം തസുമി വമൻ യബിഅ ആജിലൻ മിൻഹു ബിആജിലിഹി യബിൻ ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി ഇൻ ആതി ദംബൻ ഫമാ അഹ്ദി ബിമുൻതഖിളി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇടതേടി പ്രാർത്ഥിക്കുന്ന അധ്യായമാകുന്നു. അതിലൂടെയാകുന്നു നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തഅ്തു ഗയ്യ സിബാ ഫിൽ ഹാലതൈനി, മേൽപ്പറഞ്ഞ രണ്ട് അവസ്ഥയിലും ബാല്യകാല ദൗർബല്യത്തിന് ഞാൻ വിധേയമായി പോയി. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുമ്പുള്ള ജീവിതത്തിലെ അഥവാ കാവ്യജീവിതത്തിലും കൊട്ടാര സേവനത്തിലായിട്ട് കഴിഞ്ഞ ഈ രണ്ട് ജീവിതത്തിലും ബാല്യകാല ദൗർബല്യത്തിന് ഞാൻ വിധേയമായി പോയി. അതുകൊണ്ട് പാപങ്ങളൊക്കെ എനിക്കൊരുപാട് വന്നു പോയിട്ടുണ്ട്. പാപങ്ങളും ദുഃഖങ്ങളുമല്ലാതെ എനിക്കതിനാൽ സമ്പാദിക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമീ, പാപങ്ങളും ദുഃഖങ്ങളും മാത്രമാകുന്നു എനിക്കതിൽ നേടാൻ സാധിച്ചത് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. ബാല്യകാലത്തും കൗമാരത്തിലും ചെറിയ രൂപത്തിലൊക്കെ ദൗർബല്യങ്ങളൊക്കെ ചിലർക്ക് സ്വാഭാവികമാണ്. പക്ഷേ പ്രായപൂർത്തിയാവലോടെ അത് നിർത്തണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പോൾ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വന്തം ശരീരത്തെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നത്, ഞാൻ പ്രായപൂർത്തി വരിക്കുകയും സർക്കാർ ജീവനക്കാരനാകുകയും ചെയ്തിട്ട് പോലും കുട്ടിത്തം വിട്ട് വിവേകിയായില്ല എന്നാണ്. സർക്കാരിൻ്റെ ജീവിതം അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ജീവിതം, ജോലി, ഇതൊക്കെ എനിക്ക് ലഭിച്ചപ്പോൾ പോലും ഞാൻ കുറ്റങ്ങളിൽ നിന്ന് ഞാൻ മാറേണ്ടതായിരുന്നു, തെറ്റുകളിൽ നിന്ന് മാറേണ്ടതായിരുന്നു എന്ന താഴ്മ പ്രകടിപ്പിക്കുകയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തശ്തരി ദീന ബി ദുനിയാ വലം തസുബി. അതുകൊണ്ട് വലിയ നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മാവിനുണ്ടായിരിക്കുന്നത്. ഫയാ ഖസാറത നഫ്സിൻ, എൻ്റെ ആത്മാവിൻ്റെ നഷ്ടമേ, ഞാൻ ഇഹത്തിന് പകരം
ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വേടിക്കേണ്ടതായിരുന്നു ദുനിയാവിന് പകരമായി കൊണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. ദീനുൽ ഇസ്ലാമിനെ ഞാൻ വിലക്ക് വേടിക്കേണ്ടതായിരുന്നു ദുനിയാവിന് പകരം. ഞാൻ അതിന് ശ്രമിക്കുക പോലും ചെയ്തില്ല എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ലം തഷ്തരി ദീന ബിദ്ദുനിയ വലം തസുമി. കടുത്ത ദുഃഖവും നിരാശയും പ്രകടിപ്പിക്കുന്നതിനുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകളുടെ പല ശൈലികളുമുണ്ട് ഈ രൂപത്തിൽ. അതിൽപ്പെട്ട ഒരു ശൈലിയാണ് ഫയാ ഖസാറത നഫ്സിൻ, എൻ്റെ ആത്മാവിൻ്റെ നഷ്ടമേ എന്ന് ഉപയോഗിക്കുന്ന ഒരു ശൈലി. ഇത് അറബികളിലും മറ്റുമൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ താഴ്മയോടുകൂടെ മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ, സത്യത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഒരു കൃഷിയിടമാകുന്നു. അത് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടം. പക്ഷേ ഞാൻ ആ ഭൂമിയിൽ നല്ല കൃഷി ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ അത് എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ കൗമാരപ്രായത്തിൽ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്കത് യുവത്വമായിട്ട് പോലും എന്നിൽ അത് ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ഇടതേടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ പറയുന്നത്. അതുകൊണ്ട് വലിയ ഒരു ലാഭ കച്ചവടത്തിന് ചെയ്യേണ്ടതിന് പകരം ഒരു വലിയ നഷ്ടക്കച്ചവടമാണ് ഈ വിഷയത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത് എന്ന് പറയാണ്, എന്ന് പറഞ്ഞ് വിലപിക്കാണ്, അല്ലെങ്കിൽ താഴ്മ കാണിക്കുകയാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. തുടർന്ന് പറയാണ്, വമൻ യബി ആജിലൻ മിൻഹു ബി ആജിലിഹി യബിൻ ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമീം. ഇങ്ങനെ ഒരാൾ കച്ചവടം നടത്തിയാൽ അതുകൊണ്ട് അവൻ ദുനിയാവിന് പകരമായി കൊണ്ട് ദീനിനെ വേടിക്കാത്ത ആൾ, പാരത്രികം കൊടുത്ത് ഭൗതികം സ്വീകരിക്കുന്നവന് അവന് ഏത് വ്യാപാരമാണെങ്കിലും റെഡി കച്ചവടത്തിനാണ് ബൈ എന്ന് പറയുന്നത്. സലമ് എന്ന് പറയുന്നത് പാട്ടവ്യവസ്ഥയിലുള്ള അവധി പറഞ്ഞിട്ടുള്ള കച്ചവടത്തിനാണ്. രണ്ട് കച്ചവടത്തിനോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ എന്നർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ ധാരാളമായിട്ട് ഇത് സംബന്ധമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദുനിയാവിന് പകരമായിട്ട് ആഖിറത്തിന് പകരമായിട്ട് വല്ലവരുത്തനും ദുനിയാവിനെ കച്ചവടമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം അത് വല്ലാത്ത ഒരു നഷ്ടമാകുന്നു എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. കരുതുകൂട്ടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ചുകൊണ്ടോ ഞാൻ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തു എന്ന് കവി പറയല്ല, മറിച്ച് അങ്ങനെ സംഭവിച്ചു പോയി. ആരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം. അത് ബോധപൂർവമല്ല, അല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചൂട്ടി ചെയ്തതല്ല, അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ സൂക്ഷ്മതക്കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം. ഇത്തരം പാപങ്ങൾ ആരെയും മതഭ്രഷ്ടനാക്കുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ഞാനുമായിട്ട് വിച്ഛേദിച്ചിട്ടുമില്ല. ഇൻ ആതിദംബം ഫമാ അഹ്ദീ ബിമുൻതഖിലി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിമീൻ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള കരാറ്, അവിടത്തുമായിട്ടുള്ള എൻ്റെ എഗ്രിമെൻറ്റ് അത് പൊളിയില്ല, ഒരിക്കലുമില്ല. മാത്രമല്ല വലാ ഹബ്ലി ബിമുൻസരിമീ, എൻ്റെ തങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു കയറുണ്ട്, ആ കയറ് മുറിഞ്ഞിട്ടുമില്ല എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത ഒരു ഭാഷയാകുന്നു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു വരിയാണ് ഇത്. ഇൻ ആതിദംബൻ ഫമാ അഹ്ദീ ബിമുൻതഖിദി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു കരാറുണ്ട്, ആ കരാറ് പൊളിഞ്ഞിട്ടില്ല.
മാത്രമല്ല തങ്ങളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തങ്ങളുമായിട്ട് ഒരു കയറ് ബന്ധിപ്പിച്ചിട്ടുണ്ട്, ആ കയറ് ഒട്ട് പൊട്ടിയിട്ടുമില്ല എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള എഗ്രിമെൻ്റ് പല വിധത്തിലുണ്ട്. അവിടുത്തെ നാമം സ്വന്തം നാമമായി തീരൽ എഗ്രിമെൻറ്റിൻ്റെ ഒരു രൂപമാണ്. ഇത് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് മുഅ്മിനുകൾക്ക്. അതൊക്കെ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നമ്മൾ പൂർത്തിയാക്കുന്നു എന്നർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം അത് മുറിഞ്ഞിട്ടില്ല, തങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധം അതിന് ഒരു പോറലുമേറ്റിട്ടില്ല. അത് ഞാൻ തെറ്റുകളൊക്കെ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ കയറ് ഇപ്പോഴും പൊട്ടിയിട്ടില്ല എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔ ഫൽ ഖൽഖി ബിദ്ദിമമീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എനിക്കൊരു സുരക്ഷാ കാർഡ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടുത്തെ നാമം എൻ്റെ നാമം അവിടുത്തെ നാമത്തിനോട് സമാനമായിട്ട് വെച്ചതാണ് എന്നർത്ഥം. എൻ്റെ നാമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം കുഞ്ഞുങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബറക്കത്തെടുക്കാൻ വേണ്ടി എന്ന നിയ്യത്തോടു കൂടെയാണെങ്കിൽ രണ്ടുപേരും വെച്ചവരും അഥവാ പിതാവും കുട്ടിയും സ്വർഗത്തിൽ കടക്കുമെന്ന് ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പോൾ ഇത് സംബന്ധമായിട്ടാണ് മഹാനായ ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എൻ്റെ പേര് മുഹമ്മദ് എന്നാകയാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് എനിക്കൊരു കരാറുണ്ട്. സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയായി കരാറ് പാലിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് അവിടുന്ന് ഒരു കരാറ് ചെയ്തിട്ടുണ്ട്. ആ കരാറ് പൂർത്തിയാക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അത് എൻ്റെ നാമവും ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യഥാർത്ഥ പൂർണ്ണമായിരിക്കുന്ന പേര് എന്ന് പറയുന്നത് അബ്ദുള്ള മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസ്രി എന്നാകുന്നു. അതുകൊണ്ട് ഇതിൽ എൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാകയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഒരു കരാറുണ്ട്. അവിടുന്ന് തീർച്ചയായിട്ടും ആ കരാറ് പാലിക്കുന്നവനാകുന്നു. കരാറ് പാലിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളാണ് മുഹമ്മദ് നബി സൃഷ്ടികളിൽ നിന്ന് എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. ഇനി അങ്ങനെയല്ല, മറിച്ചാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അടുത്ത വരിയിലൂടെ പറയുന്നത്. ഇല്ലം യകുൻ ഫീമാ ദി ആഖിദം ബിയദി ഫദ്ലൻ വ ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമീ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാതെ പോയാൽ അത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം കാലിടറിയത് തന്നെ. ഇതിനെക്കുറിച്ചായിരിക്കും ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയില്ലല്ലോ. പക്ഷേ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് അവിടുത്തെ ഔദാര്യം മാത്രമാകുന്നു. ആ ഔദാര്യം ഇല്ലാതെ പോയാൽ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുത്ത വരിയിൽ തങ്ങളുടെ ഔദാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹശാഹു അയ്യുഹിരിമ റാജിമ കാരിമഹു ഔ യർജി അൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാരതയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരു സഹാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, 2 കുന്നുകൾക്കിടയിലൂടെ മേഞ്ഞു നടക്കുന്ന ആ ആട്ടിൻകൂട്ടത്തെ മൊത്തമായിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത് മൊത്തമായിട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആട്ടിൻകൂട്ടമായിരുന്നു അത് എന്ന് മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നാളെ എന്ത് സംഭവിക്കും, അതല്ലെങ്കിൽ നാളെ കുടുംബത്തിന് എന്തുണ്ട്, അല്ലെങ്കിൽ നാളെ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഈ ചിന്തകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉള്ളത് ഇന്ന് തന്നെ ദാനം ചെയ്യുന്ന വലിയ ശീലമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധവകളുടെ, പാവങ്ങളുടെ, മിസ്കീന്മാരുടെ, പ്രത്യേകിച്ച് യതീമക്കളുടെ, ഇവരുടെയൊക്കെ അവർക്ക് വേണ്ടത് അവരുടെ പിന്നാലെ നടന്ന് നൽകുന്നവരായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നാളെ എന്ത് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ചിന്തയില്ലാതെ ഉള്ളത് മുഴുവനും ദാനം നൽകുന്ന ഉദാരശീലനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, വലിയ ഔദാര്യശീലനാകുന്നു മുഹമ്മദ് നബി. അത് ഭൗതികത്തിലാവട്ടെ, ഈ ലോകത്തിലാവട്ടെ, നാളെ ആഖിറത്തിലാവട്ടെ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വലിയ ഔദാര്യത്തെക്കുറിച്ച് പറയാണ്. കാരണം താൻ രോഗം ബാധിച്ചു. അങ്ങനെ രോഗം ബാധിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലായിട്ട് വന്ന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് തടവിയതിനാലാണല്ലോ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രോഗത്തിന് ശിഫയുണ്ടായത്. അതുകൊണ്ട് ഈ കാവ്യത്തിന് തന്നെയുള്ള പേര് ഖസീദത്തു ബുർഉദ്ദാ എന്ന് ഈ കവിതയ്ക്ക് പേര് വരാൻ തന്നെ കാരണം അതാണല്ലോ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഔദാര്യത്തിനുള്ള ഉദാഹരണമാണല്ലോ. അപ്പോൾ ഐഹികവും പാരിത്രികവുമായ എല്ലാ നേട്ടങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണമാണ് എന്നതാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാകുന്നു എനിക്കുള്ളത് എന്നാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.